കിറ്റ് 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 സർവത്ര കിറ്റ് ദുരൂഹ കിറ്റ്. കിറ്റിനെ കൊണ്ടുള്ള വിവാദം കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. 2021 പിണറായി വീണ്ടും അധികാരത്തിലെത്തിയത് കിറ്റ് കൊണ്ടാണെന്നുള്ളൊരു കിംവദന്തി ഉണ്ടായിരുന്നു. ഇപ്പം അതുകൊണ്ടാണോ എന്നറിയില്ല, 26 കിറ്റുമായിട്ട് എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല BJP ആണ്. അതും BJPയുടെ സ്വന്തം മണ്ഡലം എന്ന് അവരവകാശപ്പെടുന്ന തൃശ്ശൂരാണെന്ന് മാത്രം. അതെ, തൃശ്ശൂരാണ് ഇത്തവണത്തെ ഒരു കിറ്റ് വിവാദം കൊടികുത്തി വാഴുന്നത്. അത് നമ്മുടെ സിനിമാ നടൻ ദേവ്ജി അടക്കമുള്ള ആളുകളുടെ സിനിമാ കഥ പോലെ ഉണ്ട് അല്ലേ? അതെ, അതേപോലെ തന്നെയാണിത്. ഇത് തൃശ്ശൂരിലെ ഒരു വാടാനപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പരിപാടി ഇപ്പം അരങ്ങേറിയിരിക്കുന്നത്. അതായത് 1500-ലേറെ കിറ്റുകൾ വോട്ടേഴ്സിന് വിതരണം ചെയ്യാനാണ് BJP അവിടെ കൊണ്ടുവന്നത് എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു വീട്ടിലാണ് ഇവരിത് സൂക്ഷിച്ചത്. ആ സൂക്ഷിച്ച വീട്ടിന്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മുടെ ദേവ്ജി അങ്ങനത്തെ ഷോ ഒക്കെ നടത്തിയത്. ഭയങ്കര ട്രോളുകൾ വന്നിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള ട്രോളുകളാണ് ഇതിനെതിരെ വരുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ വോട്ട് അങ്ങനെ വളരെ ഈസി ആയിട്ട് എന്തൊരു കിറ്റ് കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ നോർത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ കാണുന്നത് പോലെ മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണെന്നാണ് ഇവര് വിചാരിക്കുന്നത്. ഒരു കാര്യമില്ല. കാരണം കേരളത്തിലെ ജനത എന്ന് പറയുന്നത് മറ്റുള്ളവരെ പോലെയല്ല, വളരെയധികം പൊളിറ്റിക്കൽ ലിറ്ററസി ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് കൊടുത്ത് അവർ ചിലപ്പോൾ വാങ്ങുമായിരിക്കും, പക്ഷെ അവര് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇവിടെ ഇല്ല. അതെ, ഒരു നിർബന്ധവും ഇല്ല എന്നത് നമ്മളിങ്ങനെ വിചാരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രവണത എന്ന് പറയുന്നത് അല്ലെങ്കിൽ വോട്ടർമാരെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് ഒരു 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 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ചട്ടലംഘനാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിട്ട് തെളിവുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് നിർത്തിയേക്കുവാണല്ലോ. അതെ, തെളിവുകളൊന്നും നേരിട്ട് ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ BJPയുടെ ഒരു നേതാവ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ തെളിവുകളൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഇത്തരത്തില് ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് അവരുടെ തന്നെ രാഷ്ട്രീയത്തിലില്ലാത്തൊരു വിശ്വാസ കുറവുകൊണ്ടാണ്. അവർ മുൻപോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം വേണ്ടത്ര ശക്തമല്ലെന്നും ജനങ്ങളെ സ്വാധീനിക്കാൻ തങ്ങളുടെ ആശയങ്ങൾക്ക് പറഞ്ഞാൽ നാണമില്ലേ എന്ന് നമുക്കങ്ങ് ചോദിക്കാൻ തോന്നുന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത്. ശരിക്കും തൃശ്ശൂർ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. കഴിഞ്ഞ തവണ അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ സുരേഷ് ഗോപിനെ വിജയിപ്പിച്ച മണ്ഡലമാണ്. ഇത്തവണ ഇറങ്ങുന്നത് NDA സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ K കരുണാകരന്റെ മകളായിട്ടുള്ള പത്മജ വേണുഗോപാലാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം മണ്ഡലത്തിനുണ്ട്. അവിടെയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി ഇനി വരാൻ പോകുന്ന വോട്ടുകളും BJP നശിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കിറ്റ് കൊടുക്കുന്നതും ഇങ്ങനെയുള്ള പണം ഇറക്കുന്നതും ഒക്കെ വലിയ സാധാരണമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ബുദ്ധി ശൂന്യത കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് കളിയാക്കൽ ഇവർക്ക് കിട്ടുന്നത്. അതെ അതെ, അതില് ഇപ്പം എല്ലാവരും ഒരു കോമാളിയാവുന്ന ഒരു സാധനമാണുള്ളത്. പക്ഷെ ഇതിവിടെ മാത്രം, തൃശ്ശൂർ മാത്രമല്ല, ആലപ്പുഴയിലും വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് സാരി വിതരണം ചെയ്തു എന്നൊരു കേസ് അതും സെയിം BJPക്കെതിരെ തന്നെയാണുള്ളത്. പക്ഷെ അവര് പറഞ്ഞത് പാർട്ടിക്കാർക്ക് ധരിക്കാൻ വേണ്ടി ഞങ്ങൾ വിതരണം ചെയ്തു എന്നാണ് ഇവരിത് പറയുന്നത്. പക്ഷെ ഇതൊക്കെ പ്രത്യക്ഷമായ പരോക്ഷമൊക്കെ ആയി ഇവരുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ പുറത്തേക്ക് കാണിക്കാൻ ഒന്നും ആളുകൾക്ക് ഞങ്ങളുടെ ഭരണമികവാണെന്ന് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടി ഒരു സ്ഥലം പോലും ഇല്ലല്ലോ. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ 2 വർഷം മുമ്പ്, അതായത് സുരേഷ് ഗോപി അവിടെ പിന്നെ മത്സരിക്കുന്ന ഒരു സമയത്ത് ഇതേപോലൊരു വിവാദം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ജീവകാരുണ്യ പ്രവർത്തനാണെന്നൊക്കെ പറഞ്ഞ അതിനെ ഇലക്ഷൻ സമയത്ത് തന്നെ കിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ സുരേഷ് ഗോപിക്ക് ഉണ്ടായ ഇമേജ് നമുക്കറിയാലോ, ഒരു തമ്പ്രാൻ ഇമേജുമാണ്. അതിനൊക്കെ ഇതൊരു കാരണമായിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ അങ്ങനെ കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദമാവുകയും പിന്നീടല്ല ഞങ്ങൾ ജീവകാരുണ്യാന്നും പറഞ്ഞിട്ട് അവർ ഒതുക്കുകയും ചെയ്തു. വിഷയം എങ്ങും എത്തിയില്ല. എന്നാൽ പോലും ഇത്തരത്തിലുള്ള തമ്പുരാനാണ് കല്ലെങ്കിലൊക്കെ വീട് വേണം എന്നൊക്കെ പറഞ്ഞ ആട്ടി ഓടിച്ചത്. അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയാണ് നിലവിലുള്ള അവസ്ഥ. ശരിക്കും തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ കാര്യമായിട്ട് അവർ പ്രവർത്തിച്ചാൽ തന്നെ അത്യാവശ്യം വോട്ട് ബാങ്കുകൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കാരണം UDFനും അതേപോലെ NDAക്കും അതേപോലെ LDFനും കൃത്യമായിട്ട് ഭൂരിപക്ഷം നേടാൻ പറ്റുന്ന മണ്ഡലം തന്നെയാണ് ഇപ്പോഴും തൃശ്ശൂർ എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ 2021 നോക്കുകയാണെങ്കിൽ 30% വോട്ട് വിഹിതം എല്ലാ മുന്നണികളും നേടിയ ഒരു മണ്ഡലം കൂടിയാണ്. അപ്പം അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നല്ലേ, BJPയെ സംബന്ധിച്ച് താമര വിരിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷെ ആ മണ്ഡലത്തിലാണ് ഇവര് ഇമാതിരി കാര്യങ്ങൾ ചെയ്യുന്നത്. അവരുടെ ഭരണവികവും മാത്രം മതിയായിരുന്നു. അതെ മതിയായിരുന്നു. സുരേഷ് ഗോപി എഫക്റ്റ് ഒക്കെ ഒരുപക്ഷെ അവിടെ സ്വാധീനിക്കുകയായിരുന്നു. നമ്മൾ പറയും പോലെ ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്, അതേപോലെ തന്നെ NSSന്റെ കാര്യങ്ങളുണ്ട്. എല്ലാം അവർക്ക് അനുകൂലമായി വരികയാണെങ്കിൽ ഒരുപക്ഷെ സംഭവിക്കാം. പക്ഷെ അതിനപ്പുറം മറ്റൊരു കാര്യം കൊണ്ട് കേട്ടോ, കാരണം K കരുണാകരന്റെ മകളാണ്. K കരുണാകരനായിരുന്നു വർഷങ്ങളായിട്ട് തൃശ്ശൂരിന്റെ ആള്.
പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടീനൊക്കെ വിട്ടിട്ട് മകള് വരുന്നു എന്ന് പറയുന്നത് ഒരു പക്ഷെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അത് ബാധിക്കാം. അത് നമ്മുടെ രാഷ്ട്രീയം. പക്ഷെ നമ്മളിപ്പോ രാഷ്ട്രീയത്തിലല്ല സംസാരിക്കുന്നത്, ഇവരെ കിറ്റ് വിവാദത്തിലാണ്. എന്തായാലും കിറ്റ് വിവാദം എവിടെ എത്താൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുരൂഹമായി തന്നെ തുടരാനുള്ള സാധ്യതയാണ്. അസഖ്യം തെളിയിക്കപ്പെടാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിടുന്ന ഒരു കേസിലോട്ട് തന്നെയായിരിക്കും ഇതും പോകുന്നത്. പക്ഷേ ഈ കിറ്റ് എന്തെങ്കിലും തരത്തില് തൃശ്ശൂരോ അല്ലെങ്കിൽ ആലപ്പുഴയിലോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ. കാണാം. ഓക്കെ.